ഒരു ഇംഗ്ലീഷ് സിനിമ നമ്മൾ ആക്ച്വലി മലയാളത്തിൽ ചിത്രീകരിച്ച പോലെയുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഡെബ്യൂ മൂവി അല്ലേ? ബാക്കിയുള്ള ഇപ്പം ലാൽ സാറും അനൂപ് മേനൻ അല്ലാതെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഡെബ്യൂ മൂവിയാണ്. സോ എവരിബഡി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പടം കുഴപ്പമില്ല. ഒരു ഗെയിമിംഗ് ടൈപ്പ് മൂവി, ഒരു ഗെയിം പോലത്തെ മൂവിയാണ്. നമ്മൾ സൂക്ഷിച്ചാണ് പടം മനസ്സിലാക്കുന്നത് സ്റ്റോറിയെ. പിന്നെ വെച്ചാൽ അതിന് BGM ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ വേദന്റെ മ്യൂസിക് സൂപ്പറായിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇതിനകത്ത് മൊത്തം വിദേശ ഷൂട്ടറായതുകൊണ്ട് പിന്നെ വലിയ ഫസ്റ്റ് ഹാഫ് സ്ലോ പൈസ. നമുക്ക് ഈ ഫിലിം കുറച്ച് അനലൈസ് ചെയ്യണം പടം കാണുകയില്ല. കാരണം ചതി വഞ്ചന തുടങ്ങി എല്ലാം ഉണ്ട്. പിന്നെ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അനുമാനത്തെ വെച്ചാൽ നല്ലൊരു സ്റ്റൈലിഷ് മൂവി പറയും. സ്റ്റൈലിഷ് ക്യാരക്ടറാണ് അനുമാനത്തെ. പിന്നെ വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ എല്ലാം റൊമാൻറ്റിക് അങ്ങനത്തെ ഇത് ഒരു സ്റ്റൈലിഷ് ടൈപ്പ് ക്യാരക്ടറാണ്. പിന്നെ ഒരു രണ്ട് ടൈപ്പ് ക്യാരക്ടർ, നെഗറ്റീവ് ടച്ചും ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പം നമുക്ക് വർക്കൗട്ട് കുഴപ്പമില്ല. നല്ല ഡയറക്ഷൻ, കാര്യം ഡയറക്ഷനും സ്ക്രീനിങ്ങും എല്ലാം ഒരാൾ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അമേരിക്കയിലെ എല്ലാ സീസണും കൂടെ ഉൾപ്പെടുത്തിയാണ് അവർ ചെയ്തതെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും മലയാളികളാണ്. 15 പേരുടെ പ്രയത്നമാണ്. അവരെല്ലാവരും അവിടെ ഉള്ളവരാണ്. അതുകൊണ്ട് നല്ല സിനിമയാണ്. അനൂപ് മേനോനും ലാലും ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചു. ഇഷ്ടപ്പെട്ടു സിനിമ. പ്രേക്ഷകരെല്ലാവരും വന്ന് കാണണം. ഒരു ഡിഫറെൻറ്റ് മൂവിയാണ്. ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്നതിൻ്റെ ഒരു ത്രില്ലും കൂടാതെ മലയാളം കൂടെ മിക്സ് ചെയ്തതായതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് തോന്നി. താങ്ക് യു. നമ്മൾ ഈ കോവിഡ് വരുമ്പോഴും ഒക്കെ പോയി വാക്സിൻ പോയി എടുക്കും. നമ്മൾ അതിൻ്റെ അടുത്ത എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഓരോ മെഡിസിൻ ഇത് ഉണ്ടാക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം മനുഷ്യരിലോട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഇതും പിന്നെ ഒരു ഇത് ഭയങ്കരമായിട്ട് അതിനകത്തെ ഗാനം ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളതാണ്. എനിക്കതൊരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു പ്രതീതിയും എല്ലാമാണ് തോന്നിയത്. വലിയ പ്രേക്ഷകർ എല്ലാവരും ഒന്ന് കാണണം. കാരണം നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്നതൊക്കെ ചുമ്മാ വാരി വലിച്ച് മരുന്ന് കഴിക്കും. അതിന്റെ പുറകിലുള്ള ലോബികൾ, കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇതിനകത്ത് വലിയ മെസ്സേജ് എന്ന് പറയാൻ ഫസ്റ്റ് ഷോ ആയിരുന്നു. വെരി എക്സൈറ്റഡ്. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു സ്മോൾ ഇൻഡിപെൻഡന്റ് ടീമാണ്, US ബേസ്ഡ്. ബഞ്ച് ഓഫ് മലയാളീസ് സിനിമ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ ഉണ്ടാക്കിയ സിനിമയാണ്. ഡെഫിനറ്റ്ലി കാണണം. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് മൂവിയാണ്. അതുകൊണ്ട് അതിന്റെ എക്സ്ട്രാ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നല്ല ഫീഡ്ബാക്കാണ്. ഇനി അടുത്ത ഷോസിനും നല്ല ബുക്കിംഗ്സ് കാണുന്നുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണണം. ഞാൻ സെഗ്മെന്റ് ഡയറക്ടറാണ്, രതീഷ് ശേഖർ. നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൈ വാട്സാപ്പ് ഈസ് ഗെറ്റിംഗ് ഫ്ലഡഡ്. നമ്മൾ കുറേ ഫാസ്റ്റ് ഫില്ലിങ് ഉണ്ട്, കൊച്ചി, ട്രിവാൻഡ്രം ആൻഡ് കോഴിക്കോട്. ആളുകളെല്ലാവരും നല്ല റെസ്പോൺസ് തരുന്നു. അനുപേട്ടൻ്റെ ഒരു ഷെയ്ഡ് ഓഫ് ഗ്രേ, അതാണ് ബേസിക്കലി ചെക്ക്മേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു നോൺ ലീനിയർ നറേറ്റീവ്. US-ലുള്ള നമ്മൾ കുറച്ച് ഇൻഡിപെൻഡന്റ് ആളുകൾ കൂടി, മലയാളികൾ കൂടി ചെയ്തൊരു പ്രോജക്റ്റാണ്. അതിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഞാനിതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, മ്യൂസിക്, സിനിമാറ്റോഗ്രഫി ആൻഡ് ഡയറക്ഷൻ. അത് പാർട്ട് ഓഫ് ദ റീസൺ നമ്മൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ കുറേ റൂൾസൊക്കെ നമുക്ക് പാലിക്കണ്ടേ. $15 an hour. ഒരു ആളെ ഏറ്റവും നമ്മളെ സെറ്റിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ പോലും നമുക്ക് ഹയർ ചെയ്യണമെങ്കിൽ $15 an hour ആണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്ത് ഒരു ക്ലോസ് ടു 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോജക്റ്റ് ഇൻ സ്പെസിഫിക് ക്ലോസ് ടു ഐ വുഡ് സേ 3 years, 3.5 years. അപ്പോൾ അങ്ങനെ ചെയ്തൊരു പ്രോജക്റ്റാണ്. നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ചെയ്തൊരു പ്രോജക്റ്റാണ്. താങ്ക് യു.